10 ദിവസത്തെ നിർണായകമായ ചർച്ചകൾക്കും വിവാദങ്ങൾക്കുമൊക്കെ ഒടുവിൽ ഹൈക്കമാൻഡ് വി ഡി സതീശനെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിച്ചു. അതിനുശേഷം സ്വയറിങ്ങിനുള്ള ഡേറ്റും ടൈമും എല്ലാം ഫിക്സ് ചെയ്തു. അതിന് മുന്നോടിയായി എങ്ങനെയൊക്കെ ആയിരിക്കണം ഭരണം, ആരൊക്കെ നയിക്കണം എന്നുള്ളതിനെക്കുറിച്ച് തീരുമാനിക്കാൻ UDFന്റെ യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. അതിൽ ആരൊക്കെയാണ് പങ്കെടുത്തത് എന്ന് നമുക്കൊന്ന് നോക്കാം. വി ഡി സതീശൻ, രണ്ടാമത്തേത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സണ്ണി ജേക്കബ്, മൂന്നാമത്തേത് PJ ജോസഫ്, നാലാമത്തേത് മാണി സി കാപ്പൻ, അഞ്ചാമത്തേത് CP ജോൺ, ആറാമത്തേത് അനൂപ് ജേക്കബ്, ഏഴാമത്തേത് കുഞ്ഞാലിക്കുട്ടി, എട്ടാമത് ET മുഹമ്മദ് ബഷീർ, ഒമ്പതാമത്തേത് അബ്ദുൽ സമദ് സമദാനി. അപ്പോൾ ചോദിക്കാം, 5 ക്രിസ്ത്യാനിയും 3 മുസ്ലിമും 1 ഹിന്ദുവും. നമ്മുടെ വി ഡി സതീശൻ ആരാന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജമായത്തെ ഇസ്ലാമിക്കും മേലെയുള്ളൊരു മതതീവ്രവാദി. അദ്ദേഹമാണ് പറഞ്ഞത് ജമാഅത്തെ ഇസ്ലാമി മതരാഷ്ട്രവാദമൊക്കെ ഉപേക്ഷിച്ചൊന്നും. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയുടെ ആള് പറഞ്ഞു, ഹേയ് അത് ശരിയല്ല, ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടില്ല എന്നുള്ളത്. ഏതായാലും ഇവിടെ ഒരു പക്ഷേ ആളുകൾ ചോദിക്കാം, 5 ക്രിസ്ത്യാനിയും 3 മുസ്ലിങ്ങളല്ലേ ഉള്ളൂ? നമ്മുടെ നാട്ടിലൊരു ചൊല്ലില്ലേ, 1000 കോഴിക്ക് അരക്കാട എന്ന് പറഞ്ഞ പോലെ 1000 ക്രിസ്ത്യാനിക്ക് 1 മുസ്ലിം മുഴുവനായിട്ട് പോലും വേണ്ട. അതാണ് നമ്മുടെ സ്ഥിതി. ആരുടെ വാക്കുകൾക്കാണ് ശക്തി, വില എന്നുള്ളത് വ്യക്തമല്ലേ? ഏതായാലും ഒരു കാര്യം, ഈ ഭരണത്തിൽ ഹിന്ദുവിന് യാതൊരു റോളുമില്ല. അവൻ പടിക്ക് പുറത്ത്. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ആരൊക്കെ കൊണ്ടുപോകുമെന്നുള്ളതിനെ കുറിച്ച് നേരത്തെ തീരുമാനമായല്ലോ. പിന്നെ ഹിന്ദുവിന് ഈ ഞെളിഞ്ഞു നടക്കാൻ പറ്റിയ ചില വകുപ്പുകളും പിന്നെ അപ്രസക്തമായ കുറേ വകുപ്പുകളും ഒക്കെ കിട്ടിയേക്കാം. ഏതായാലും അത്രയെങ്കിലും ആയല്ലോ എന്ന് സമാധാനപ്പെടുകയേ നിവർത്തിയുള്ളൂ. ഏതായാലും ഭാരതീയ ജനതാ പാർട്ടി ഈ തെരഞ്ഞെടുപ്പിൽ മാപ്പിളയെ കൂട്ടുപിടിക്കാനാണ് ശ്രമിച്ചത്. ഇവിടുത്തെ വളരെ പിന്നോക്കം നിൽക്കുന്ന ഹിന്ദുക്കളെ ഒന്നും അവർക്ക് വേണ്ട എന്നുള്ളതാണ് അവരുടെ നിലപാടിൽ നിന്നും നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മാപ്പിള വോട്ടും നായർ വോട്ടും കൂടെ ചേരുമ്പോൾ കേരളം ഭരിക്കാം എന്നുള്ളതായിരുന്നിരിക്കണം അവരുടെ ഒരു കണക്കുകൂട്ടൽ. ഏതായാലും മാപ്പിള പറ്റിച്ചു. ഈ പുൽത്തകിടിയിലെ പാമ്പായിരുന്നു മാപ്പിള എന്നുള്ളത് ഇപ്പോഴെങ്കിലും അവർക്ക് ബോധ്യമായി കാണും എന്ന് വിശ്വസിക്കാം. ഏതായാലും ഇവിടെ മുസ്ലിം ലീഗിന് വ്യക്തമായ അജണ്ടയുണ്ട്. ഇന്ത്യയെ ഇസ്ലാമീകരിക്കുക. ക്രൈസ്തവ സമൂഹത്തിന് വ്യക്തമായൊരു അജണ്ടയുണ്ട്, ഇന്ത്യയെ ഇവാഞ്ചലൈസ് ചെയ്യുക എന്നുള്ളത്. ഏതായാലും കേരള ഭരണം ഇവരുടെ 2 കൂട്ടരുടെയും കൂടെ കയ്യിലായി. അപ്പോൾ എനിക്ക് തോന്നുന്നത് കേരളത്തെ 2ആയിട്ട് മുറിച്ച് പപ്പാതി 2 പേർക്കും എടുക്കാം. അതിനുള്ള ശ്രമമായിരിക്കും, അതിനുള്ള പദ്ധതികളായിരിക്കും നടപ്പിലാക്കാൻ പോകുന്നത്. പിന്നെ ഇന്ത്യയെ ഇസ്ലാമീകരിക്കണം അല്ലെങ്കിൽ ഇവാഞ്ചലൈസ് ചെയ്യണം എന്നുള്ളതിനൊക്കെ സമയമുണ്ടല്ലോ. അതിന് ബാക്കിയുള്ളവരോടൊക്കെ വേണമല്ലോ, ഇന്ത്യക്ക് പുറത്തുള്ളവരും വേണമല്ലോ. അതൊക്കെ നമുക്ക് പിന്നീട് വരുത്താം. ഏതായാലും കേരളം ഒരു പരീക്ഷണശാലയായി 2ആയിട്ട് മുറിച്ച് 2 മത സംസ്ഥാനങ്ങളാക്കി മാറ്റും. അങ്ങനെ ഒരു അവസരം കേരളത്തിനുണ്ടാകും എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നത് കേരളത്തിലാണ്, ബാലറ്റിലൂടെ. അപ്പോൾ ഈ ഇസ്ലാമിക രാഷ്ട്രവും ക്രൈസ്തവ രാഷ്ട്രവും എന്നുള്ളതിൻ്റെ ആദ്യപടി കേരളത്തിൽ നിന്ന് തന്നെ ആകട്ടെ. അങ്ങനെ കേരളത്തിൻ്റെ പ്രശസ്തിയും പ്രസക്തിയും ലോകം മുഴുവൻ വ്യാപിക്കുമാറാകട്ടെ.